الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا وأشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما مزيدا أما بعد. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബിൽ അമ്പിയാക്കൾ അല്ലാഹുവിനോട് ചോദിച്ച ചോദ്യങ്ങൾ, അല്ലാഹുവിനോട് ചെയ്ത ദുആകൾ ധാരാളക്കണക്കിനിടങ്ങളിൽ നമുക്ക് ആവർത്തിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളക്കണക്കിന് നിഅമത്തുകൾ വാരിക്കോരി കൊടുത്തിട്ടുള്ള രാജാക്കന്മാർ കൂടി ആയിട്ടുള്ള അമ്പിയാക്കളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നുണ്ട്. ദുനിയാവില് കിട്ടാവുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഒന്നിച്ചു കിട്ടിയ ആളുകൾ, എല്ലാ നിലക്കുള്ള ആദരവും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയിട്ടുള്ള അമ്പിയാക്കൾ, അവർ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയുമ്പോൾ ആഗ്രഹിച്ച ഏറ്റവും വലിയ ആഗ്രഹം അത് അവരുടെ ദുആകളിൽ നമുക്ക് കാണാം. ഉദാഹരണമായി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഒരുപാട് ജീവിതത്തിന്റെ ചെറുപ്പത്തിലെ അനുഭവിച്ച ആളാണ്. അസൂയ അത് വല്ലാത്ത രോഗമാണ്. അദ്ദേഹത്തിന്റെ സഹോദരന്മാർ, സ്വന്തം സഹോദരന്മാരിൽ നിന്നാണ് അദ്ദേഹത്തിന് അസൂയ നേരിടേണ്ടി വന്നത്. ആ രോഗം അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് വളരെ ചെറുപ്പത്തിൽ വലിയ പ്രയാസഘട്ടങ്ങളിലേക്ക്. ബാപ്പാനെ പിരിയേണ്ടി വന്നു, ഉമ്മാനെ പിരിയേണ്ടി വന്നു. വളരെ ചെറിയ പ്രായത്തിൽ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കപ്പെടുന്ന അവസ്ഥയിലെത്തി. അവിടുന്ന് പിന്നെ കൊണ്ടുപോയി അദ്ദേഹത്തെ ഏറ്റെടുത്ത് വളർത്തുന്നത് രാജാവാണ്, രാജാവിന്റെ വീട്ടിലാണ്. പക്ഷെ അവിടെയും അദ്ദേഹത്തിന് ഒരുപാട് പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങളിൽ അദ്ദേഹം അള്ളാഹുവിനോട് കൈയുയർത്തി. തന്റെ ദീൻ തന്നെ ഫിത്നയിലായി പോകുന്ന അവസ്ഥ മുന്നിൽ കാണുന്ന ഒരു സന്ദർഭത്തിൽ അതിനേക്കാൾ നല്ലത് റബ്ബേ, എനിക്ക് ജയില് മതി, കാരാഗ്രഹം മതി. ജയിലിലടക്കപ്പെട്ടു. പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു. കാര്യങ്ങൾ മാറിമറിഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമാപൂർവ്വം മുന്നോട്ട് പോയതിന് പ്രതിഫലം കൊടുക്കാൻ തുടങ്ങി, ദുനിയാവിൽ തന്നെ. അങ്ങനെ അധികാരം അദ്ദേഹത്തിന്റെ കയ്യിൽ വന്നു. അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് തന്നെ പ്രയാസപ്പെടുത്തിയ തന്റെ സഹോദരങ്ങൾ ആവശ്യക്കാരായി വരുന്ന അവസ്ഥയിലെത്തി. അങ്ങനെ എല്ലാ നിലക്കും നിഅമത്തുകൾ അതിന്റെ ദുനിയാവിൽ കിട്ടാവുന്ന ഏറ്റവും പൂർണ്ണതയിലെത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട്, മറക്കുന്നില്ല. ഒരു നിമിഷം പോലും അള്ളാഹിനെ മറക്കുന്നൊരവസ്ഥ അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല. നേരെ മറിച്ച് അവിടെയും അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹു തന്ന നിഅമത്തുകൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്,
റബ്ബേ, എനിക്ക് നീ അധികാരം തന്നു, എനിക്ക് നീ ഇൽമ് പഠിപ്പിച്ചു തന്നു, കിതാബ് നൽകി. അള്ളാഹ് ചെയ്തു കൊടുത്ത നിഅ്മത്തുകളെല്ലാം അള്ളാഹുവിനോട് നന്ദിപൂർവ്വം എടുത്തു പറയുന്നുണ്ട്. ആ ആയത്ത് അങ്ങനെ തന്നെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്. തഅ്വീലുൽ അഹാദീസ്, സംഭവങ്ങളുടെ വ്യാഖ്യാനങ്ങൾ, അത് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഇൽമിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നത് പോലും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ അദ്ദേഹം കണ്ട സ്വപ്നവും അവിടുന്ന് അങ്ങോട്ട് ജയിലിൽ വെച്ച് രാജാവ് കാണുന്ന സ്വപ്നത്തിന്, ജയിലിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവർ കണ്ട സ്വപ്നവും രാജാവ് കണ്ട സ്വപ്നവും ഒക്കെ അദ്ദേഹം വ്യാഖ്യാനിച്ച ആ കാര്യത്തെ സംബന്ധിച്ചൊക്കെ സൂറത്തു യൂസുഫിൽ വിശദമായി പറയുന്നത് കാണാം. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ ശുദ്ധശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചവനായ റബ്ബേ, അൻത വലിയ്യി ഫിദ്ദുനിയ വൽ-ആഖിറ, അൻത വലിയ്യി ഫിദ്ദുനിയ വൽ-ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും റബ്ബേ എന്റെ സഹായി, എന്റെ സംരക്ഷകൻ നീ മാത്രമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. ആ ചരിത്രം ഒന്നിങ്ങനെ വെച്ചിട്ട് ആ വാക്കൊന്ന് ആലോചിച്ച് നോക്ക്. അൻത വലിയ്യി ഫിദ്ദുനിയ വൽ-ആഖിറ. ആരും അദ്ദേഹത്തെ സഹായിക്കേണ്ടവരാരും സഹായിക്കാൻ സമയത്തുണ്ടായിട്ടില്ല ദുനിയാവില്. ചെറുപ്രായത്തിൽ വാപ്പാന്റെ ഉമ്മാന്റെ സംരക്ഷണത്തിൽ വളരേണ്ട സന്ദർഭത്തിലാണ് ഒരു പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ടത്. സ്വന്തം സഹായിക്കേണ്ട സംരക്ഷിക്കേണ്ട ജ്യേഷ്ഠന്മാരാണ് അതിലേക്ക് കൊണ്ടുപോയി ഇട്ടത്. എല്ലായിടത്തു നിന്നും സംരക്ഷിക്കപ്പെടേണ്ടിടത്തൊക്കെ കൈയൊഴിക്കപ്പെട്ട സമയമാണതൊക്കെ. പിന്നീട് സംരക്ഷണം കിട്ടി വളർത്തുന്ന ആ സന്ദർഭത്തിൽ അവിടെ വെച്ച് തന്നെ വളർത്തുന്ന തന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടുന്ന ഒരു സ്ത്രീയിൽ നിന്നാണ് പ്രയാസം അനുഭവിക്കേണ്ടി വന്നത്. എന്തൊരവസ്ഥയാണ്! ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അവിടൊക്കെ അദ്ദേഹം ജീവിതത്തിൽ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് അൻത വലിയ്യി ഫിദ്ദുനിയ വൽ-ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും റബ്ബേ എന്റെ വലിയ്യ്, എന്റെ സഹായി, എന്റെ സംരക്ഷകൻ നീയാണ് റബ്ബേ. എന്നിട്ടൊരൊറ്റ കാര്യമാണ് ആവശ്യപ്പെടുന്നത്, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ജീവിതത്തിന്റെ അവസാനത്തിൽ അധികാരം എന്താണ്? എല്ലാം ഒന്നുമില്ലാത്ത പൂജ്യം അവസ്ഥയിൽ നിന്ന് വളർന്നു വന്ന് അധികാരം കയ്യിൽ കിട്ടുന്ന ഒരാൾക്ക് അധികാരഭ്രമം എന്ന് പറയുന്ന ഒന്നാണ് ഉണ്ടാകുക. നമുക്ക് സാധാരണ പറയും, അല്പന് അർത്ഥം ലഭിച്ചാൽ അർദ്ധരാത്രിയിലും കുട ചൂടും. അല്പനായിരുന്ന ഒന്നുമല്ലാത്ത അവസ്ഥയിൽ പിന്നെ പൈസ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ണ് മഞ്ഞളിക്കും. പിന്നെ ഒരുപാട് ഇടങ്ങേറുകൾ ഉണ്ടാവും. അധികാരമില്ലാത്ത ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് അതിന് യോഗ്യതയില്ലാത്ത ആളുകൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ കാട്ടിക്കൂട്ടുന്ന എന്താണ്? ഇതൊക്കെ ചരിത്രം, വർത്തമാനകാലം ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് വന്ന് എവിടെത്തി? അധികാരത്തിന്റെ നെറുകയിൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ സ്ഥാനത്താണ് അദ്ദേഹം എത്തിയത്. അങ്ങനെ അദ്ദേഹം ആ അവസ്ഥകളെല്ലാം അനുഭവിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് ഇതൊന്നുമല്ല കാര്യം കിടക്കുന്നത്. റബ്ബേ തവഫനി മുസ്ലിമ, എന്നെ നീ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ.
വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ചേർത്തേക്കണേ. സാലിഹീങ്ങൾ പോയ ആ സ്വർഗത്തിലേക്ക് അവരോടൊപ്പം എനിക്കും പോകണം. എന്നെ നീ ഒരു മുസ്ലിമായി മരിപ്പിക്കണം. തവഫനി മുസ്ലിമ. നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ അള്ളാഹിനോട് ചോദിക്കാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ. ഇത് നിങ്ങൾ യൂസുഫ് നബിയുടെ ഈ ചരിത്രം, അദ്ദേഹത്തിന്റെ ഈ ദുആ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു സംഗ്രഹമാണ്, ഒരു കൺക്ലൂഷനാണ്. ആ ചരിത്രം സൂറത്ത് യൂസുഫിലൂടെ ഇങ്ങനെ നിങ്ങളിങ്ങനെ വായിച്ചു വരുമ്പോൾ അവസാനം ഈ ദുആ കൂടി ചേർത്ത് വെച്ചാൽ അതവിടെ പൂർണ്ണമാണ്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി തഅ്വീലൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. വല്ലാത്ത വാക്കുകൾ. എന്തൊക്കെ കിട്ടിയാലും അവസാനം നമുക്ക് വേണ്ടത് ഇതാണ്. തവഫനി മുസ്ലിമ, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ. ഈ കാലത്ത് പ്രത്യേകിച്ചും ഈ ദുആയുടെ അർത്ഥമെന്ത് എന്നൊരു മുസ്ലിം ഇന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ന് മനസ്സിലാക്കാനാണ്? മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് അത് അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കറിയാം, സാധാരണ രീതിയിൽ ആളുകൾ ദുർബല മനസ്കരാണ് പലരും. ഏതെങ്കിലും ഒരു കച്ചിത്തുരുമ്പിൽ എവിടെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ, എന്തിന്മേലെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിന്മേലൊന്ന് തൂങ്ങി നിൽക്കണം, എങ്ങനെങ്കിലൊക്കെ ഒന്ന് രക്ഷപ്പെട്ടു പോകണം, ഇങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ആളുകളൊക്കെ. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ പല അവസ്ഥകൾ വരും. രോഗങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ സമയത്തൊക്കെ ആളുകൾ വളരെ വിനയാന്വിതരായിട്ട് ചിലപ്പോൾ മറ്റുള്ളവരോട് പോലും പറയും, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ ദുആ ചെയ്യണം എന്നുള്ള ആവശ്യപ്പെടുക എന്നുള്ളത് അതിന്റെ വിഷയം വേറെയാണ്. അത് പാടില്ലാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത കാര്യമാണ്. നമ്മുടെ തൗഹീദിന്റെ കമാലിന് കുറവ് വരുത്തപ്പെടുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ആ കാര്യം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് ഒരുപാട് ഹദീസുകളിലുണ്ട്. ആ വിഷയം വേറെ. ഞാൻ പറയുന്നത്, ആളുകൾ പലതും ചിലപ്പോൾ ചിലരോട് ആവശ്യപ്പെടും, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം കേട്ടോ. അത് ഒരു ദുർബലമായ മനസ്സ് വളരെ വിനയാന്വിതമായി തീരുന്ന അവസ്ഥയിൽ പലരും ആവശ്യപ്പെടുക അങ്ങനെയാണ്. ഒരു രോഗിയുടെ അടുത്ത് ചെന്നാൽ രോഗി അങ്ങനെ ആവശ്യപ്പെടുന്ന ആളുകൾ, ഞാൻ ആ വിഷയത്തിനെല്ലാം പറയുന്നത്, നിങ്ങൾ കാര്യം വേർതിരിച്ച് മനസ്സിലാക്കണം. രോഗിയായി വയസ്സായി അങ്ങനെ വല്ലാതെ അവസ്ഥയിൽ കിടക്കുന്ന ആളുകളോട് ചെന്നാലും അവരും പറയും, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. എന്തിനാ ദുആ ചെയ്യണമെന്ന് പറയണം പലപ്പോഴും? ഈ രോഗം ഒന്ന് മാറിക്കിട്ടണം. കിടക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കൊന്ന് എണീറ്റിരിക്കണം. ഭക്ഷണം നേർക്ക് നേരെ ഒന്ന് കഴിച്ചിട്ട് കാലം കുറയായി, കുറച്ചൊരു ഭക്ഷണം കഴിക്കണം. ഒന്ന് എണീറ്റ് നടക്കണം. സ്വന്തം കാര്യങ്ങളെങ്കിലും, അവനവന്റെ കാര്യങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്താൽ മതിയായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ ആ സമയത്ത് മനുഷ്യർ പറയുന്നത് കാണാം. വല്ലാതെ ബുദ്ധിമുട്ടുന്നത്, ആ ബുദ്ധിമുട്ട് മാത്രം നമ്മൾ കാണും. എന്നാൽ ഒരാളുണ്ട്, അവരൊരുപാട് പ്രായത്തിലായി. ആവശ്യപ്പെട്ടതൊരൊറ്റ കാര്യം മാത്രം. അങ്ങനെ ഒരാളെനിക്കറിയാം. അള്ളാഹു ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഈമാൻ കിട്ടി മരിക്കാനുള്ള തൗഫീഖ് കിട്ടിയാൽ മതി, അതിനെനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം ട്ടോ മോനെ എന്ന് പറയുന്ന, അത് വല്ലാത്തൊരു കുളിർമയാണ് ആ ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞു, ആ വിഷയമല്ല ഞാൻ പറയുന്നത്. ദുആ ചെയ്യാൻ ആവശ്യപ്പെടാമോ ഇല്ല, ആ വിഷയമല്ല. ആ വാക്ക് എന്താണ് ആഗ്രഹം എന്നുള്ളത്, ഈമാൻ കിട്ടി മരിക്കാനുള്ള തൗഫീഖ് കിട്ടിയാൽ മതി, അതിനുവേണ്ടി ഒന്ന് ദുആ ചെയ്യണം ട്ടോ അനീഫ എന്ന് പറയുന്ന കണ്ടാൽ. അങ്ങനെ ഒരാളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത്
അങ്ങനെ നമ്മുടെ മനസ്സിന്ന് നമ്മുടെ നാവിന്ന് വരിക എന്നുള്ളത് വലിയൊരു ഫضലാണ്. തവഫന മുസ്ലിമൻ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. മുഫ്രദായിട്ടാണ് യൂസുഫ് നബിന്റെ ദുആ. അല്ലെങ്കിൽ തവഫന മുസ്ലിമീന വഅൽഹിഖ്ന ബിസ്സാലിഹീൻ, അങ്ങനെയും ദുആകളിൽ കാണാം. ഇത് നമ്മുടെ വലിയ ഒരു ആഗ്രഹമാകുക. ആഗ്രഹം എന്നല്ല, നമ്മുടെ ജീവിതത്തിന്റെ ടോട്ടൽ മൊത്തം ഇതായിരിക്കണം. മുസ്ലിമായിട്ട് മരിക്കാൻ കഴിയണം. മുസ്ലിമായിട്ട് മാത്രം, മുസ്ലിമായിട്ട് തന്നെ മരിക്കണം. വേറെന്തൊക്കെ കിട്ടിയാലും അതൊന്നും അല്ല. ദുനിയാവിൽ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും അതൊന്നും അല്ല. ഇതാണ് ഏറ്റവും വലിയ കാര്യം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ അതെല്ലാം കഴിഞ്ഞുപോയി. എല്ലാം കടന്നിട്ട് അവസാനം എത്തുമ്പോൾ ഇതാണ്, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അതാ വാക്ക് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതാണ്. വലിൽ ഹദീസി ബഖിയ്യ, ഒറ്റെടുത്തത്തിൽ തീരുന്ന കാര്യമല്ല. ഇൻഷാ അള്ളാഹ് നമുക്കതിനെ സംബന്ധിച്ച് മറ്റു സന്ദർഭങ്ങളിലും പറയാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഫഅസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യതവഫാനാ ജമീഅൻ മുസ്ലിമീന വഅൻ യുൽഹിഖനാ ബിസ്സാലിഹീൻ വല്ലാഹു വലിയുനാ വഹുവ വലിയ്യുത് തൗഫീഖ്. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത